വ്യാജ ചെക്കുകൾ നൽകി ട്രേഡിംഗ് കമ്പനികളിൽ നിന്ന് വൻതോതിൽ സാധനങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങുന്ന സംഭവങ്ങൾ ഗൾഫിൽ വർദ്ധിച്ചു വരുന്നു. അജ്മാനിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ മലയാളിക്കെതിരെ തട്ടിപ്പിനിരയായവർ പോലീസിൽ പരാതി നൽകി. കുവൈത്തിലും സമാനമായ തട്ടിപ്പ് അരങ്ങേറിയതായി ഞങ്ങളുടെ ഗൾഫ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് കമ്പനികളിൽ നിന്ന് വൻതോതിൽ സാധനങ്ങൾ വാങ്ങുകയും പിന്നീട് മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ ഗൾഫിലുണ്ട്. ചെക്കുകൾ നൽകിയാണ് ഇത്തരം കമ്പനികൾ സാധനങ്ങൾ വാങ്ങുന്നത്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏറെയുണ്ടെങ്കിലും ചൂഷണം മാത്രം ലക്ഷ്യം വെച്ചുള്ള സ്ഥാപനങ്ങളുമുണ്ട്. അജ്മാനിൽ പ്രവർത്തിച്ചിരുന്ന അബുഷിപ്പ് ഫുഡ്സ്റ്റഫ് ട്രേഡിംഗ് എന്ന സ്ഥാപനം മറ്റ് കമ്പനികളിൽ നിന്ന് വൻതോതിൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നു. എല്ലാ കമ്പനികൾക്കും ചെക്കാണ് നൽകിയിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അബുഷിപ്സ് കമ്പനിയുടെ ഉടമ മുങ്ങി. എണ്ണ, മൈദ തുടങ്ങിയ സാധനങ്ങൾ നൽകിയ കമ്പനികൾക്ക് നൽകേണ്ട ലക്ഷക്കണക്കിന് ദിർഹം നൽകാതെയാണ് ഉടമ കമ്പനി പൂട്ടി മുങ്ങിയത്. ഞാൻ ഈ ഫുഡ്സ്റ്റഫ് കമ്പനി വന്നിട്ട് ഓയിൽ സെയിൽ ചെയ്തതാണ്. 22,000 ദിർഹം ഉണ്ട്. പ്രൈസ് ഹോൾസെയിലായിട്ട് ഒന്നിച്ചിറക്കുന്നതാണ് ഇയാൾ. അപ്പോൾ പെട്ടെന്ന് പേയ്മെൻറ്റ് പെട്ടെന്ന് തന്നുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് പേയ്മെൻറ്റ് തീരെ തരാതായപ്പോൾ പിന്നെ ഇവിടെ അന്വേഷിച്ചപ്പോൾ അയാൾ ഇപ്പോൾ ഇവിടെ വരാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൊബൈലിൽ അടിച്ചു നോക്കുമ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. 3 മാസമായിട്ട് ഞങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 80,000 ദിർഹത്തിന്റെ അടുത്തുണ്ട് ചെക്കും അത് കൂട്ടിയിട്ട്. അബുഷിപ്സ് കമ്പനി പൂട്ടിയത് മൂലം സെയിൽസ്മാൻമാരടക്കമുള്ള നിരവധി മലയാളികൾ പ്രതിസന്ധിയിലായി. കമ്പനി ഉടമകൾ ഇവരെ സമ്മർദ്ദത്തിലുമാക്കുന്നു. ഇത് കാരണം ഇപ്പം നമ്മൾക്ക് ഒരു മലയാളിയുടെ കടക്കാർക്കും കടം കൊടുക്കാനായിട്ട് പേടിയാവുന്നു. കാര്യം ഇതിപ്പം നമ്മളെ പൈസയിൽ നിന്ന് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും. 25,000 രൂപ എന്ന് പറഞ്ഞാൽ ഓരോ മാസവും 5,000 രൂപ വെച്ച് അവർ കട്ട് ചെയ്യും. അബുഷിപ്സ് കമ്പനിക്കെതിരെ നിയമ നടപടികൾക്കൊരുങ്ങിയാണ് ചതിക്കുഴിയിൽ അകപ്പെട്ടവർ. അജ്മാനിൽ മാത്രമല്ല കുവൈത്തിലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദുബായ്. ദുബായിൽ ടാക്സി നിരക്ക് ഉയർത്തിയേക്കും. സാധാരണ ടാക്സികളിൽ 6%, എയർപോർട്ട് ടാക്സികളിൽ 12% RTA വർധനവ് വരുത്തുന്നത്. പരിഷ്കാരമനുസരിച്ച് 10 മുതൽ 12 ഫീൽസ് വരെയാണ് വർധനവ് ഉണ്ടാകുക. ഇതനുസരിച്ച് കിലോമീറ്ററിന് താരിഫ് നിരക്ക് 1.71 നിന്ന് 8.82 ദീർഘമായി വർദ്ധിക്കും. ദുബായിൽ വിമാനയാത്രക്കാരുടെ അവകാശങ്ങളെക്കുറിച്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിവരുന്ന ബോധവൽക്കരണം ധനകാര്യ വികസന വിഭാഗം ഊർജിതമാക്കി. ഇതിനോടകം 175 രാജ്യങ്ങളിലെ 20 ലക്ഷത്തിലേറെ പേർക്ക് സന്ദേശം അയച്ചതായി അധികൃതർ അറിയിച്ചു. ഇതിൽ 20% ഇന്ത്യ ഉൾപ്പെടെയുള്ള 8 രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. 44ാമത് UAE ദേശീയ ദിനാഘോഷം സംബന്ധിച്ച് അബുദാബി പോലീസ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. അലങ്കാരങ്ങൾ സംബന്ധിച്ചാണ് പെരുമാറ്റച്ചട്ടം പുറപ്പെടുവിച്ചത്. ഇതിന്റെ ഭാഗമായി അബുദാബി, അലൈൻ, പടിഞ്ഞാറൻ പ്രവിശ്യകൾ എന്നീ ഭാഗങ്ങളിൽ റോഡുകൾ, ഭൂഗർഭ തുരങ്കങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് അബുദാബി പോലീസ് ട്രാഫിക് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ബ്രിഗേഡിയർ ഖലീഫ മുഹമ്മദ് അൽ ഖലീലി വ്യക്തമാക്കി. ട്രാഫിക് ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഫുജൈറ ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ കൊയ്ത്തുത്സവം ആഘോഷിച്ചു. ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ദേവാലയം ഫാദർ അജി കെ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ലിജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കുവൈത്ത് OICC ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കായി നേതൃത്വ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മുൻ MP അഡ്വക്കേറ്റ് PT തോമസ് നിർവഹിച്ചു. വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ തോൽവിയിൽ DCC നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സതീശൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കോൺഗ്രസിൽ I ഗ്രൂപ്പിലും സുധാകരനെതിരെ പടയൊരുക്കം. I ഗ്രൂപ്പ് നേതാക്കളായ സജി ജോസഫും VA നാരായണനും സുധാകരനെ വിമർശിച്ച് KPCCക്ക് പരാതി നൽകിയത് ഗ്രൂപ്പ് പോര് രൂക്ഷമാക്കിയിരിക്കുകയാണ്. കണ്ണൂർ കോൺഗ്രസിൽ യുദ്ധതന്ത്രങ്ങൾ പയറ്റി K സുധാകരനും PK രാഗേഷും പരസ്യമായി രംഗത്ത് വന്നപ്പോൾ I ഗ്രൂപ്പിന്റെ അണിയറയിലും പൊട്ടിത്തെറികൾ തുടങ്ങിക്കഴിഞ്ഞു. പരാജയ കാരണങ്ങൾ അന്വേഷിക്കാനെത്തിയ MM ഹസനെതിരെ സുധാകരൻ പ്രയോഗിച്ച വാക്കുകൾ സുധാകര പാളയത്തിലും പടയൊരുക്കം ശക്തിപ്പെടുത്തുകയാണ്. K സുധാകരനെ പിന്നിൽ നിന്നും വെട്ടി I ഗ്രൂപ്പിലെ KPCC ജനറൽ സെക്രട്ടറിമാർ സജി ജോസഫും VA നാരായണനും KPCC പ്രസിഡന്റിന് പരാതി നൽകി കഴിഞ്ഞു. കണ്ണൂരിലെ പരാജയ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷനെതിരെ K സുധാകരൻ നടത്തിയ ആക്ഷേപം സമ്മർദ്ദതന്ത്രമെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപാകതകൾ ഉൾപ്പെടെയുള്ള പരാജയ കാരണങ്ങൾ വിലയിരുത്തി തെറ്റുതിരുത്തൽ നടപടികൾ വേണമെന്നും പരാതിയിൽ പറഞ്ഞിരിക്കുകയാണ്.
അതേസമയം കണ്ണൂർ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എങ്ങനെയുണ്ടായി എന്നാണ് പരിശോധിക്കേണ്ടതെന്നാണ് കെ സി ജോസഫ് പ്രതികരിച്ചത്. കാരണം ഈ പരാജയ കാരണങ്ങൾ പലതും ഉണ്ടല്ലോ. സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും തൃപ്തികരമാണെങ്കിൽ നമ്മൾ ഉണ്ടാകത്തില്ലായിരുന്നു. അത് കണ്ണൂർ മാത്രമല്ല, കേരളത്തിൽ പൊതുവെ ഉണ്ടായ പ്രയാസങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് KPCC നേതൃത്വമാണ് തന്റെ അപ്രമാദിത്വമല്ല എന്ന കെ സുധാകരന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ PK രാഗേഷ് പ്രതികരിച്ചത് KPCC യോഗത്തിലടക്കം കണ്ണൂരിലെ KPCC ജനറൽ സെക്രട്ടറിമാർ പ്രതിഷേധം അറിയിച്ചിരുന്നുവെന്നാണ്. PK രാഗേഷിന്റെ സൂചനയും യാഥാർത്ഥ്യമാവുകയാണ്. സുധാകരന്റെ അനുയായികളിലടക്കം പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ഐ ഗ്രൂപ്പിലും പൊട്ടിത്തെറി ആരംഭിച്ചതോടെ കണ്ണൂർ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാവാനുള്ള സാധ്യതകളാണ് തുറക്കുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തെ തോൽവിയിൽ മന്ത്രി VS ശിവകുമാറിനും DCC പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയ്ക്കും എതിരെ പരാതി. തെരഞ്ഞെടുപ്പിൽ BJPയുമായി ഒത്തുകളിച്ചു എന്നാണ് പരാതി. KPCCയുടെ തെളിവെടുപ്പ് സമിതിക്ക് മുമ്പാകെയാണ് പരാതി ലഭിച്ചത്. ബാർക്കോഴയ്ക്ക് CBI അന്വേഷണമാണ് ഉചിതമെന്ന് ഹൈക്കോടതി. വിജിലൻസ് അന്വേഷണം നീതിപൂർവമാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതിയായ മന്ത്രിക്ക് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയ സാഹചര്യത്തിൽ അന്വേഷണം എങ്ങനെ നീതിപൂർവമാകുമെന്ന് കോടതി ചോദിച്ചു. കേസിൽ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നും മാണി നിരപരാധിയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പാടില്ലായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. കേസ് പരിഗണിക്കുന്നത് കോടതി അടുത്ത മാസം 2 മാറ്റിവെച്ചു. രാവിലെ കേസ് പരിഗണിച്ച കോടതി ബാർക്കോഴ കേസിൽ CBI അന്വേഷണമാണ് ഉചിതമെന്ന് പറഞ്ഞു. ഒരു മന്ത്രിക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. പ്രതിയായ മന്ത്രിക്ക് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകുന്ന സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം എങ്ങനെ നീതിപൂർവമാകുമെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും ഇക്കാര്യത്തിൽ കോടതിക്ക് നിർബന്ധമുണ്ടെന്നും കോടതി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ CBI പോലുള്ള ഒരു ഏജൻസി അന്വേഷണം നടത്തുന്നതാണ് ഉചിതമെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ അഡ്വക്കേറ്റ് ജനറൽ CBI അന്വേഷണത്തെ എതിർത്തു. ഉച്ചയ്ക്ക് ശേഷം കോടതി വീണ്ടും കേസ് പരിഗണിച്ചപ്പോഴും സർക്കാർ ഈ നിലപാട് ആവർത്തിച്ചു. ഇതിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 2 മാറ്റി. വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും പരിശോധനയ്ക്കായി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. KM മാണി ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികൾക്കും നോട്ടീസ് അയക്കാനും ജസ്റ്റിസ് സുധീന്ദ്രകുമാർ നിർദ്ദേശിച്ചു. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ പരാമർശങ്ങൾ നടത്തുന്നതിനെയും കോടതി വിമർശിച്ചു. ഇത് ഉന്നത അധികൃതർക്കും ബാധകമാണ്. വിമർശിക്കുന്നവർ ഉത്തരം പറയേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. KM മാണിക്കെതിരെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട വിജിലൻസ് കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സണ്ണി മാത്യു സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സർക്കാരിന് തിരിച്ചടിയാകുന്ന പരാമർശങ്ങൾ കോടതിയിൽ നിന്നുമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർക്കോഴ കേസ് അട്ടിമറിക്കാൻ സർക്കാർ സംവിധാനം പരക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥ കോടതി തന്നെ തുറന്നുകാട്ടിയതായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. കേസിൽ ആരോപണ വിധേയരായവരെ രക്ഷിക്കാൻ നിയമവിരുദ്ധമായ മാർഗങ്ങൾ സർക്കാർ അവലംബിക്കുന്നു. സർക്കാരിൻ്റെ ഈ ഹീനമുഖമാണ് ഹൈക്കോടതിയിൽ തകരുന്നതെന്നും പിണറായി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൽസ്ഥാനത്ത് ഒരു നിമിഷം പോലും തുടരാൻ പാടില്ലെന്ന കാര്യമാണ് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലൂടെ വ്യക്തമാക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. ബാർക്കോഴ കേസിൽ CBI അന്വേഷണം ആകണമെന്ന ഹൈക്കോടതി നിരീക്ഷണത്തോട് മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ല. അന്വേഷണം നീതിപൂർവമാണെന്ന് ആഭ്യന്തരമന്ത്രി ചെന്നിത്തല പ്രതികരിച്ചു. കോടതി നിരീക്ഷണത്തോട് പ്രതികരിക്കുന്നില്ലെന്ന് VM സുധീരൻ പറഞ്ഞു. അന്വേഷണം സംബന്ധിച്ച് കോടതി തന്നെ തീരുമാനം എടുക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ബാർക്കോഴ കേസിൽ ഒരന്വേഷണത്തെയും ഭയമില്ലെന്ന് മന്ത്രി K ബാബു. തനിക്കെതിരെ നിലവിൽ ഒരു കേസുമില്ലെന്നും K ബാബു പ്രതികരിച്ചു. CBI അന്വേഷണത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന് K മുരളീധരൻ MLAയും പറഞ്ഞു. ഇപ്പൊ ഇന്ന് എന്റെ പേരിലുള്ള ഒരു കേസും പോസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു കേസും ഇല്ല. പിന്നെ ഉണ്ടായെന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഞാൻ ഒരന്വേഷണത്തിന് ഞാൻ ഭയപ്പെടുന്നില്ല. നേരെ അറിയാൻ CBI എന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. CBIക്കും ഡിഫക്റ്റുകളൊക്കെ ഉണ്ട്. എങ്കിലും കോർട്ടിൻ്റെ കമൻറ്റ് ഗവൺമെൻറ് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അവിടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഏതാണോ ഉചിതമായിട്ടുള്ള തീരുമാനം അത് ഗവൺമെൻറ് ആലോചിച്ചെടുക്കേണ്ട കാര്യമാണ്. ബാർക്കോഴ കേസിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മുഖ്യമന്ത്രി ഇപ്പോഴും മാണിയെ പിന്തുണയ്ക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബാർക്കോഴ കേസിൽ CBI അന്വേഷണം വേണമെന്ന് BJP പ്രസിഡന്റ് V മുരളീധരനും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കോടതിയുടെ വിധി വന്നപ്പോൾ ഇല്ലാത്ത ധാർമ്മികതയാണ് ഏതാനും ദിവസം കഴിഞ്ഞ് ഹൈക്കോടതിയുടെ പരാമർശം വന്നത്. ആ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ശ്രീ മാണി രാജിവെക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സംസ്ഥാന മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പത്രക്കാരോട് പറഞ്ഞു അദ്ദേഹം നിരപരാധിയാണ്.
അപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് ഡയറക്ടർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ്. ഭരണത്തലവൻ പറയുന്നു വിജിലൻസ് ഡയറക്ടർ അന്വേഷിക്കണമെന്ന് പറയുമ്പോഴും ഭരണത്തലവൻ പറയുന്നു ഇദ്ദേഹം നിരപരാധിയാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് കോടതി പരാമർശനമുണ്ടായത്. ആ പരാമർശനം ഗൗരവപൂർവ്വം കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് അനന്തര നടപടികളുമായി മുന്നോട്ട് നീങ്ങേണ്ടതാണ്. അല്ല, CBI അന്വേഷണം ഇത്തരമൊരു സാഹചര്യത്തിൽ ന്യായീകരിക്കത്തക്ക ഒരു കാര്യമാണ്. സമത്വ മുന്നേറ്റ യാത്ര വെള്ളാപ്പള്ളി നടേശന്റെ പ്രശ്നങ്ങൾ മറക്കാനാണെന്ന് ശ്രീനാരായണ ധർമ്മവേദി നേതാവ് ഗോകുലം ഗോപാലൻ അഭിപ്രായപ്പെട്ടു. വെള്ളാപ്പള്ളിയുടെ നടപടി ന്യായമല്ലെന്നും ജനങ്ങൾ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സമയത്ത് അവസാനം അദ്ദേഹത്തിന് ഈ സംഘടനയെ ഒരു പാർട്ടിക്ക് കൊണ്ടുപോയി കച്ചവടം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. SNDP യോഗത്തിൽ വിശ്വസിക്കുന്ന ആൾക്കും തന്നെ ഇത് മാനസികമായി വലിയ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ സ്വാമിജിയെ കൊന്ന ഒരു കാര്യത്തിൽ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അമ്പുകൾ അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ഇത് നടത്തിയത് ഒരു ആഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഒരു ആഭാസമാണ്. ഇത് ജനങ്ങൾ ഉൾക്കൊള്ളും, തീർച്ചയായും ജനങ്ങളത് മനസ്സിലാക്കിക്കൊള്ളും. അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ മാറ്റിവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഏതായാലും ഈ ജാഥ ഒരു തരത്തിലും ന്യായമായ ഒന്നല്ല, ജനങ്ങൾ അംഗീകരിക്കുന്നു. ഹിന്ദു ഐക്യത്തിനായി NSSുമായി ചർച്ച നടത്താൻ മുൻകൈയെടുക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് ശേഷം പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും വെള്ളാപ്പള്ളി കൊച്ചിയിൽ പറഞ്ഞു. അവസാനിക്കുന്ന വേദിയിൽ തന്നെ ഉണ്ടാവും. തീർച്ചയായും പ്രതീക്ഷിക്കാം. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പൊളിറ്റിക്കൽ ഒരു പോളറൈസേഷൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. പാർട്ടി പ്രഖ്യാപനം അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു വിഷമവുമില്ല. മുൻകൈ എടുക്കുമോ? എനിക്ക് മുൻകൈ എടുക്കുമോ എന്ന് ചോദിച്ചാൽ അവസരം വന്നാൽ ഞാൻ എടുക്കാം. എനിക്ക് ഈഗോ ഇല്ല. ആരുമായിട്ട് പൊതു നന്മയാണ് എനിക്ക് ലക്ഷ്യം, സമൂഹ നന്മയാണ്, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ നന്മയാണ് എനിക്ക് ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇനി ആത്മഹൂതി ചെയ്യണോ, അതിന് ഞാൻ തയ്യാറാണ്. എനിക്കിവിടെ ഈഗോ ഇല്ല, ഞാനെന്ന ഭാവമില്ല, നമ്മളെന്ന ചിന്തയുള്ളൂ. വെള്ളാപ്പള്ളി SNDPയുടെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് പറഞ്ഞു. വെള്ളാപ്പള്ളിക്ക് RSSലോ അൽഖ്വയ്ദയിലോ പ്രവർത്തിക്കാനാവുന്നതാണെന്നും M സ്വരാജ് കണ്ണൂരിൽ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന് RSSലോ അൽഖ്വയ്ദയിലോ ചേരാനുള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ DYFI ചോദ്യം ചെയ്യുന്നില്ല. തെറ്റായ ഒരു തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ തീരുമാനം ശ്രീനാരായണ ഗുരുവിന്റെ ചെലവിൽ വേണ്ട. ശ്രീനാരായണ ഗുരു കേരളം കണ്ട ഏറ്റവും മഹാനായ നവോത്ഥാന നായകനാണ്. അസഹിഷ്ണുതയ്ക്കെതിരെ സീതാറാം യെച്ചൂരി പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിക്കും. ഈ മാസം 30-ന് രാജ്യസഭയിൽ പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചു. രാജ്യസഭയിലെ കക്ഷിനിലയനുസരിച്ച് പ്രമേയം പാസ്സാകാനാണ് സാധ്യത. ഇത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി നൽകും. ബീഹാറിലെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഈ മാസം 26-ന് ആരംഭിക്കും. തലക്കീഴായി കെട്ടിയ ദേശീയ പതാകയ്ക്ക് മുമ്പിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിത്രമെടുത്തത് വിവാദമാകുന്നു. ആസിയാൻ ഉച്ചകോടിക്ക് ഇടയിലാണ് രാജ്യത്തിന് തന്നെ നാണക്കേടായ സംഭവം ഉണ്ടായത്. മലേഷ്യയിലെ കൊലാലംപൂരിൽ നടക്കുന്ന 13ാമത് ആസിയാൻ ഉച്ചകോടിക്കിടെ വിദേശരാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്തദാനം ചെയ്യുന്ന ചടങ്ങിനായി ഒരുക്കിയ വേദിയിലാണ് ദേശീയ പതാക തലകീഴായി കെട്ടിയത്. ഈ പതാകയ്ക്ക് മുമ്പിൽ നിന്ന് മോദി മാധ്യമങ്ങൾക്കായി ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയ്ക്ക് ഹസ്തദാനം നൽകുകയും ചെയ്തു. അന്തർദേശീയ മാധ്യമങ്ങളടക്കം ചിത്രമെടുത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ത്രിവർണ്ണ പതാകയിലെ പച്ചനിറം മുകളിലും കാവിനിറം താഴെയും വരുന്ന തരത്തിലാണ് പതാക കെട്ടിയിരുന്നത്. രാജ്യത്തിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ് സംഭവം. സാമൂഹിക മാധ്യമങ്ങളിൽ മോദിക്ക് നേരെ വൻ വിമർശനമാണ് ഉയരുന്നത്. നേരത്തെ അമേരിക്കൻ സന്ദർശനത്തിനിടെ നരേന്ദ്രമോദി ഇന്ത്യൻ പതാകയിൽ ഒപ്പിട്ടതും വിവാദമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പഞ്ചാബിലെ സ്വൈരജീവിതം തകർക്കാൻ കോൺഗ്രസ് ദേശവിരുദ്ധ ശക്തികളുമായി കൈകോർക്കുന്നുവെന്ന് അകാലിദൾ നേതാവ് പഞ്ചാബ് ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീന്ദർ സിംഗ് ബാദൽ. കോൺഗ്രസ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ISുമായി കൂട്ടുകൂടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അകാലിദൾ രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
RSS മേധാവി മോഹൻ ഭാഗവതിന്റെ കേരള സന്ദർശനം സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. DYFIയുടെ വടക്കൻ മേഖലാ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സംസ്ഥാന തലത്തിലുള്ള കൂടിയാലോചന യോഗം, ആ യോഗം ഈ കേരളത്തെ വർഗീയമായി ചേർതിരിക്കാനുള്ള ഒരു പദ്ധതിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ ക്ഷേത്ര പരിസരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘർഷ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് മോഹൻ ഭാഗവതിന്റെ. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് നടത്തിവരുന്ന ഹാർഡ്വെയർ ആൻഡ് മൾട്ടിമീഡിയ കോഴ്സുകൾക്ക് സർക്കാർ അംഗീകാരം. നേരത്തെ സോഫ്റ്റ്വെയർ കോഴ്സുകൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നു. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ ഇലക്ട്രോണിക്സ് രംഗത്ത് ചുവടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റൂട്രോണിക്സ് നിലവിൽ വന്നത്. മികച്ച ടെലിവിഷൻ അവതാരകനുള്ള തിക്കുറിശ്ശി ഫൗണ്ടേഷൻ പുരസ്കാരം പീപ്പിൾ TVയിലെ VS അരുണിന്. പീപ്പിൾ TVയിൽ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റാണ് അരുൺ. ഫൗണ്ടേഷൻ ഭാരവാഹികൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സൗണ്ട് ആൻഡ് ലൈറ്റ് അസോസിയേഷന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനം MA വാഹിദ് MLA നിർവഹിച്ചു. കണ്ണമുല CSI ചർച്ച് ഹാളിലെ ചടങ്ങിൽ ID കാർഡ് വിതരണവും അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. പ്രശസ്ത സൗണ്ട് എഞ്ചിനീയർ ടെന്നീസിനെ ചടങ്ങിൽ ആദരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് R സതീഷ് കുമാർ, SA സിന്ധു, കരിഷ്മ MA എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ശബരിമല ഭണ്ഡാരത്തിലെ കാണിക്കയെണ്ണൽ സുതാര്യമാക്കാൻ ദേവസ്വം ബോർഡ് പുതിയ സംവിധാനം ഏർപ്പെടുത്തി. അതീവ രഹസ്യ സ്വഭാവമുള്ള ഭണ്ഡാരത്തിലെ കാഴ്ചകൾ പുറം ലോകമറിയാൻ ക്ഷേത്ര പരിസരത്ത് CCTV സ്ഥാപിച്ചിരിക്കുകയാണ്. മുമ്പ് കാണിക്കയെണ്ണുന്നവർ ലക്ഷക്കണക്കിന് രൂപ കടത്തിക്കൊണ്ടുപോയി പിടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നടവരവിൽ റെക്കോർഡ് വർധന രേഖപ്പെടുത്തിയാണ് ഓരോ ശബരിമല തീർത്ഥാടനവും കടന്നുപോകുന്നത്. തീർത്ഥാടകർ സമർപ്പിക്കുന്ന കാണിക്കയാണ് ശബരിമലയിലെ നടവരവിന്റെ മുഖ്യ സ്രോതസ്. ക്ഷേത്രനടയിലെ കാണിക്കവഞ്ചിയിൽ വീഴുന്ന പണവും സ്വർണവും ഉൾപ്പെടെയുള്ളവ യന്ത്രസഹായത്തോടെ ഭണ്ഡാരത്തിലെത്തിച്ച് എണ്ണി തിട്ടപ്പെടുത്തിയാണ് നടവരവ് കണക്കാക്കുന്നത്. ഭണ്ഡാരത്തിലേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് രൂപ വെവ്വേറെ തിരിച്ച് എണ്ണി തിട്ടപ്പെടുത്താൻ 110ഓളം ദേവസ്വം ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ സുരക്ഷയിലും ഉന്നത മേലുദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുമാണ് ഭണ്ഡാരത്തിലെ കാണിക്ക എണ്ണൽ. ക്യാമറ നിരീക്ഷണം ഉൾപ്പെടെയുള്ള സുരക്ഷാ വലയത്തെ പോലും കണ്ണുവെട്ടിച്ചാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിന്നും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ തന്നെ കടത്തിക്കൊണ്ടുപോയത്. പിടിക്കപ്പെട്ട ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് കേസെടുത്ത് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടും നാളിതുവരെ ഒരു ഫലവും ഉണ്ടായില്ല. അതേസമയം കാണിക്ക എണ്ണൽ കുറച്ചുകൂടി സുതാര്യമാക്കാൻ തീർത്ഥാടകർക്ക് കൂടി കാണത്തക്ക വിധം 3 CCTVകൾ ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിരിക്കുകയാണെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ BL രേണുകുമാർ പറഞ്ഞു. ഭണ്ഡാരത്തിനുള്ളിൽ നടക്കുന്ന നടപടിക്രമങ്ങളെല്ലാം ഭക്തജനങ്ങൾക്കും മറ്റുള്ളവർക്കെല്ലാം ദൃശ്യമാകുന്ന തരത്തിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അത് കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. സുരക്ഷയുടെ ഭാഗമായി ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമ പ്രവർത്തകർക്ക് പോലും ഭണ്ഡാരത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ദേവസ്വം അധികൃതർ കാണിക്ക എണ്ണുന്നതിന് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത്. ഇത് എത്രത്തോളം കാര്യക്ഷമമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.